നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ കുംഭമാസത്തിലുള്ള ജ്യോതിഷ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത്. അതായത് 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസത്തെ കാലയളവിലെയാണ്. ബഹിരാകാശ മേഖലകളിൽ, അതായത് ബഹിരാകാശം എന്ന് പറയുമ്പോൾ സ്പേസിൽ പോയി ജോലി ചെയ്യുന്നവർക്കും സ്പേസിൽ ആ കമ്പനികളിൽ പ്രവർത്തിക്കുന്നവർക്കും ബഹിരാകാശത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർക്കും വാന നിരീക്ഷകർക്കും വളരെയേറെ ഗുണമുള്ള ഒരു സമയമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ അവർക്ക് വളരെയധികം സാധിക്കുന്നു. ജ്യോതിശാസ്ത്രം, അതായത് ജ്യോതിഷം, വാസ്തുശാസ്ത്രം, രേഖാശാസ്ത്രം, സംഖ്യാശാസ്ത്രം, മുഖലക്ഷണശാസ്ത്രം, കോടാംഗശാസ്ത്രം ഇവകളിൽ ജോലി അതായത് അത് നിത്യവൃത്തിയായിട്ട് ചെയ്യുന്നവർക്കോ പ്രാക്ടീസ് ചെയ്യുന്നവർക്കോ എല്ലാവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ്. സമ്പത്തുകൾ ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വൈമാനിക ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അത് പഠിക്കുന്നവർക്കും വളരെ ഗുണമുള്ള ഒരു സമയമാണ്. റഡാർ സാങ്കേതിക വിദ്യകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ എക്സ്റേ മേഖലയിൽ MRI സ്കാനിങ്, എക്സ്റേ, അൾട്രാ സ്കാനിങ്, ഇങ്ങനെയൊക്കെയുള്ള സ്കാനിങ്ങിലൊക്കെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്കും ഡോക്ടർമാർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. മെച്ചപ്പെട്ട ജോലികൾ മെച്ചപ്പെട്ട സ്ഥാപനത്തിൽ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. അതുപോലെ ഫോട്ടോഗ്രാഫി മേഖലയിൽ അത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വളരെ മെച്ചപ്പെട്ട അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ട ഒരു സമയമാണ്. ഫാർമാസ്യൂട്ടിക്കൽസിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണകരമാണ്. വ്യവസായം, കാർഷിക മേഖലയിലായിരുന്നാലും ടെക്നിക്കൽ മേഖലയിൽ, ഫാക്ടറി പോലുള്ള മേഖലയിലായിരുന്നാലും അവർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഇനി മദ്യം നിർമ്മിക്കുന്നവർക്കും മദ്യം വിതരണം ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. അവർ ശ്രമിച്ചാൽ അവർക്കൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാൻ ഈ മാസം സാധിക്കുന്നതാണ്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഉള്ള ആൾക്കാർക്ക്, അതായത് നിർമ്മാണം ചെയ്യുന്ന ആൾക്കാർക്ക്, അതിന് പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും ഗവൺമെൻറ് മേഖലയിലായിരുന്നാലും അവർക്കും വളരെ മെച്ചമുള്ള ഒരു അവസരമാണ്. ധാരാളം ഓർഡറുകൾ അവർക്ക് ലഭിക്കുകയും സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നല്ല ഗുണനിലവാരമുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭാഗ്യം വരുന്നു. വിനോദസഞ്ചാരം നടത്തുന്നതിനും കണ്ണിന് ആനന്ദപ്രദമായ കാഴ്ചകൾ, കാണാത്ത കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ധരിച്ചിട്ടില്ലാത്ത പുതിയ രീതിയിലുള്ള മാന്യമായ വസ്ത്രങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്. അവാർഡിന് ചില ചതയ നക്ഷത്രക്കാർക്ക് പരിഗണിക്കും. അത് ഗവൺമെൻറ്റിൽ നിന്നായിരുന്നാലും മറ്റുള്ള സംഘടനകളിൽ നിന്നായിരുന്നാലും നിങ്ങൾക്ക് ചില ചതയ നക്ഷത്രക്കാർക്ക് ഒരു അവാർഡ് പ്രതീക്ഷിക്കാം. ധനധാന്യ സമൃദ്ധിയും അവർക്ക് ധാരാളമായി ഉണ്ടാകുന്നു. എല്ലാവർക്കും അവർ പ്രിയപ്പെട്ടവനാകുന്നു ഏറെക്കുറെ. ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് ചതയ നക്ഷത്രക്കാർക്കുള്ള മോശഫലങ്ങളെയാണ്. എന്ത് ഉപകാരം ആർക്ക് ചെയ്താലും ഉപദ്രവം ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ ഉപദ്രവം കൊണ്ട് നിങ്ങൾക്ക് മനോവിഷമം വന്നേക്കാം. ചില ശത്രുക്കൾ തലപൊക്കി നിങ്ങളെ ആക്രമിക്കാൻ ശ്രദ്ധിക്കുക. ശ്രീ ഭദ്രകാളി ദേവിയെ ശരണം പ്രാപിക്കുക. ചില രോഗങ്ങളാലും കഷ്ടം വരാം. വാദം, മറ്റു ശരീരവേദനകൾ മൂലവും കഷ്ടതകൾ അനുഭവിക്കേണ്ട സാധ്യത കാണുന്നു. ചില ഉറ്റ ബന്ധുക്കൾക്ക് കഷ്ടതകൾ വന്നേക്കാം. അവർക്ക് ചിലപ്പോൾ മരണവും വന്നേക്കാം. ഒരേയിടത്തും സുഖമില്ലാത്തൊരവസ്ഥ വരാം. ധനനാശം ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്നേക്കാം. ശരീരത്തിന് ബലക്കുറവും വേച്ച് പോകുന്ന ഒരവസ്ഥയും വന്നേക്കാം. പുണ്ണ്, അതായത് വ്രണങ്ങൾ മൂലം കഷ്ടത വരുന്നതിനും അതുമൂലം മനോവിഷമം വരുന്നതിനും സാധ്യത കാണുന്നു. വിഷവസ്തുക്കളുടെയോ വിഷജന്തുക്കളുടെയോ ആക്രമണം ഉണ്ടാവേണ്ട സാധ്യത കാണുന്നു. രാഹു, കേതു ദേവതകൾക്ക് പൂജ നടത്തുക. നവഗ്രഹ സ്തോത്രമോ മന്ത്രങ്ങളോ ദിനവും ജപിക്കുക. ശനീശ്വര പൂജ അത്യാവശ്യമാണ്. ശനീശ്വരനെയോ ശ്രീ അയ്യപ്പ സ്വാമിയെയോ ശ്രീ ഹനുമാൻ സ്വാമിയെയോ ശ്രീ ഗണേശ്വര ഭഗവാനെയോ നിങ്ങൾ ശരണം പ്രാപിച്ചാൽ നിങ്ങൾക്ക് ദുഃഖങ്ങളിൽ നിന്ന് മാറ്റം വരുന്നതാണ്. ദുഃഖങ്ങൾ ഉണ്ടാകാതെയും ഇരിക്കും. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ, ആയുസ്, സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ ഇനി രുദ്രാക്ഷം ധരിക്കുന്നതിനോ രത്നം ധരിക്കുന്നതിനോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറണമെങ്കിൽ നിങ്ങൾ എന്നെ ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.